किया है, इसलिए परमेश्वर को धन्यवाद करता हूँ। ആമേൻ. പാസ്റ്റർ തോമസും പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ഫെബ്രുവരി മാസം ഒരു ഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഒന്നിച്ചു കൂടാനും പ്രാർത്ഥിക്കാനൊക്കെ അന്ന് കൃപ ചെയ്തു. അതിനുശേഷം പിന്നെ പ്രാവശ്യം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകി. तुमसे पास्टर ने बोला जैसा दिल्ली में फरवरी में एक मीटिंग हुआ है, वहां पर एक साथ मिलने के लिए परमेश्वर मौका दिया, और भी कई सारे जगह में हम एक साथ मीटिंग करने के लिए प्रभु अवसर दिया है। ആമേൻ. നമുക്ക് ആമേൻ ഈ രാവിലെകളിൽ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുകയും ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. और को परमेश्वर के चेहरे को ढूंढते हुए जागृति के लिए प्रार्थना में बैठा हुआ एक झुंड को देखते मैं बहुत खुश हूँ। നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും. हमारा प्रार्थना का उत्तर जरूर परमेश्वर में देंगे। ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാവിലെ 9 മുതൽ വൈകുന്നേരം 9 വരെ ചർച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥനയിലായിരുന്നു. कल सुबह से लेके शाम 9 बजे तक हम प्रार्थना में लगे रहे थे कलीसिया में। അത് കഴിഞ്ഞ് എല്ലാവരും വീടുകളിൽ പോയി. പക്ഷേ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം വരുന്നില്ല. മാത്രമല്ല അവിടെ വീട്ടിലിരിക്കാൻ സ്വസ്ഥത തോന്നിയില്ല. അപ്പോൾ എൻ്റെ കൂടെ നമ്മളെപ്പോലെ ഇങ്ങനെ ഈ ഉണർവിന് വേണ്ടി ഒരു പ്രാന്തമുള്ളൊരു പാസ്റ്ററുണ്ട്, റെജി എന്ന് പറയും. നമ്മുടെ തോമസ് പാസ്റ്റർക്ക് അറിയാം, ഇവിടെ ഗുജറാത്തിലായിരുന്നു അദ്ദേഹം. ഞങ്ങളിവിടെ ചർച്ചിൽ ഇവിടെയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ ഹോളി വന്നു. രാവിലെ 4 മണിക്ക് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഉറങ്ങിയത് 6 മണിക്ക് അലാം എടുത്ത് കയറിയായിട്ട് വന്നു നിങ്ങളോട് ശുശ്രൂഷിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. कल रात को जैसा प्रार्थना होके सभी लोग अपने अपने घर में गया है, लेकिन मैंने घर में जाने के लिए सोचा तो मुझे नींद नहीं आया मेरे साथ। और प्रार्थना में पागल के समान रहते हुए एक प्रभु के दास रजी है, वो प्रार्थना में निरंतर लगी रहता है। उनके साथ वापस चर्च हॉल में आकर हम लोग रात भर पूरा बैठ के प्रार्थना किया 4 बजे तक। और 4 बजे उनको अपने घर में छोड़कर फिर आके थोड़ा से आराम करके वापस मैं उड़ के इधर सेवकाई में बैठा हुआ है। രാത്രിയിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളിങ്ങനെ കരയാൻ തുടങ്ങി. ഒത്തിരി നേരം അറിയാതെ കരയാൻ തുടങ്ങി. रात का समय हम लोग दोनों प्रार्थना में लगी रहे थे, तभी हम भी नहीं जानते हुए हम रोने लगे। ആമേൻ. ഇന്ത്യയുടെ മേൽ വലിയ ഉണർവ് നടക്കുന്നത് അതിനോട് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രൈസ് ഗോഡ്. भारत में एक बड़ा जागृति हो रहा है, ये बातों को हमको समझ में आया। ഇന്ത്യ കർത്താവ് തൊടും, ഉറപ്പാണ്. ആമേൻ. സ്തോത്രം. जरूर भारत को परमेश्वर छुएंगे, वो तो पक्का है। വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ഒരു തലമുറയിൽ നമ്മുടെ കാലത്ത് നമ്മൾ കാണും. പ്രൈസ് ഗോഡ്. बड़ा एक परमेश्वर के काम हमारा इस पीढ़ी में हम देखने वाला है। അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. परमेश्वर विश्वस्त है। ഹല്ലേലൂയ. എന്നെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ച ചില വാക്യങ്ങളുണ്ട് ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. भारत के लिए प्रार्थना करने को मेरा दिल के गहराई में लगी हुई कुछ वचनों हैं। അതിലൊരു വചനം നമുക്കെല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചു കൊള്ളുക. പ്രൈസ് ഗോഡ്. उसमें से एक वचन है भजन संगीता, दूसरा आय तो उसके 8वां वचन है, दूसरा अध्याय उसके 8वां आयत है, उसमें लिखा है मुझसे तुम मांगो। എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റം വരെ കൈവശമായും തരും. मुझसे मांग और मैं जाति जाति के लोगों को तेरी सम्मति होने के लिए और दूर दूर के देशों के तेरे निज भूमि बनाने के लिए दे दूंगा। ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ഞാൻ നമ്മുടെ നിങ്ങളോടൊപ്പം മിക്കവാറും രാവിലെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ രാജിക്ക തോമസ് പാസ്റ്റർ, ഞാനും അദ്ദേഹം കൂടെ കർണാടകയുടെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഞങ്ങളിങ്ങനെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, നമ്മൾ കേട്ടില്ലാത്ത ജാതികൾ പല സ്ഥലങ്ങളിലുണ്ട്. അവരെയൊക്കെ മീറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. താങ്ക് യു ജീസസ്.
इसलिए और मैं और आपका बीच में सेवकाई के लिए आया हुआ राजू के तो से हम दोनों मिलकर कर्नाटक के कई प्रांत प्रदेशों में जाके हम लोग प्रार्थना किया हुआ है और कई राज्यों में कई देशों में जाके प्रार्थना किया हुआ है। वहां पर जाने के समय हम नहीं जानते हुए कई सारे जातियां वहां पर है। ആമേൻ. ആമേൻ. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ഈ കാലങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. बहुत सारे चिन्ह चमत्कार इन दिनों में परमेश्वर करने वाला है। അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാതെ മാറിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ഗോഡ്. हमारा प्रार्थना का रीति हम प्रार्थना करते हुए समय हम नहीं जानते हुए समय वो बदलते ही जाना है। ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ മാറും, നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ മാറും. आत्मा में प्रार्थना करने के समय हम भी बदल जाएंगे, हमारा प्रार्थना का रीति भी बदल जाएंगे। അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാവിലെ ഉള്ളത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് वो ഗോഡ്. वो ये अनुभव करने वाला लोग आज सुबह यहाँ पर बैठा है, वो मैं याद करके परमेश्वर को धन्यवाद करता हूँ। ആമേൻ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ മാറാൻ പോവുകയാണ്. സ്തോത്രം. हम ആമേൻ. बोलने के समय ही हमारा प्रार्थना का जो रीति है वो बदलने वाले हैं। ഈ പ്രയറിൽ തന്നെ നമ്മൾ ഈ കർത്താവുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവലുകൾ സ്റ്റൈലുകൾ മാറും. പ്രൈസ് ഗോഡ്. प्रार्थना में हम ऐसा चलते रहने के समय हमारा प्रार्थना का जो लेवल है उसका सीमा है वो बदल जाते हैं। നമ്മളെല്ലാവരും തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം നമ്മൾ വായിക്കുന്ന പോലുള്ള സ്റ്റൈൽ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. हमारा जो प्रार्थना का शुरुआत में एक स्टार्टिंग का एक रीति रहता है जो फिलिपियों के पत्र 4 अध्याय उसके 6-7 आयत हम देखने के समय वहां पे जो दिखते हैं वैसा ही हमारा जो बोलने का रीति शुरू हो जाता है। നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക, നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ ആവശ്യം ഇതാണ്, എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ ഭാര്യയുടെ ആവശ്യം ഇതാണ്, എൻ്റെ മക്കളുടെ ആവശ്യം ഇതാണ്. ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്. അത് നല്ലതാണ്. എല്ലാം സംവെയർ എവരിബഡി ഹാവ് ടു സ്റ്റാർട്ട്. ആമേൻ. हमारा जो प्रार्थना का शुरुआत ऐसा होता है कि हमारा जरूरतों को हम धन्यवाद के साथ मेरा विषय, मेरा पत्नी, मेरा बच्चे, मेरे जो कुछ विषय है वो हम शुरू करता है इसी के समान। നമ്മൾക്ക് അപ്പം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനം നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. यहाँ पर ऐसा हम देखते हैं कि हमारा प्रार्थना इसे शुरू करता है, किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के समूह उपस्थिति किया जाए, तब परमेश्वर की शांति जो समझ से बिल्कुल परे है तुम्हारा हृदय और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगी। ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇതിനകത്തിരിക്കുന്നവരെല്ലാം ഈ ഒരു ലെവല് കഴിഞ്ഞവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. आज यहाँ पर बैठा हुआ सभी लोग ये जो सीमा को पार किया हुआ लोग है करके मैं विश्वास करता हूँ। ആമേൻ. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ എൻ്റെ എന്ന ഒരു സബ്മിറ്റ് ചെയ്യുമ്പോൾ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, സന്തോഷം കിട്ടും, സത്യമാണ്. പക്ഷെ പ്രാർത്ഥനയിൽ ഉയരുന്ന ഒരാള് അടുത്ത ലെവലിലേക്ക് എത്താൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. जो हम प्रार्थना करते हैं हमारा जरूरतों को, मेरे पत्नी, मेरे बच्चे, मेरे विषय है करके बोल के हम प्रार्थना करते हैं, हमेशा हमारा तकलीफ के समय, हमारे विषयों को समर्पण करने के समय हमें तो शांति तो मिलते हैं, लेकिन ऐसा प्रार्थना करते रहने वाला उसका लेवल और बढ़ाना चाहिए। ഞാൻ വിളിക്കുന്ന ഒരു ബേബി ക്രിസ്ത്യൻ ലെവൽ എന്നാ പറഞ്ഞത്. ബേബി ക്രിസ്ത്യൻ ലെവൽ. मैंने ऐसा कहता है एक बचपन का मसीह जो सीमा है। എന്നാൽ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ और थोड़ा आगे बढ़ने के समय നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങും. പ്രൈസ് ഗോഡ്. तभी हम दूसरों के लिए प्रार्थना करना शुरू करेंगे। നമുക്കറിയാം ലൂക്കോസ് 14 വരുമ്പോൾ हम जानते हैं लूका 16 में आने के समय
ശിഷ്യന്മാർ യേശുവിനൊക്കെ വന്ന് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. चलो लोग यीशु मसीह के पास आके कहते हैं कि हमें प्रार्थना सिखाई। അതിന് കാര്യമുണ്ട്. അവര് യേശു കർത്താവ് എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അവിടെ വായിക്കുന്നത് ജീസസ് വാസ് പ്രേയിങ് ഇൻ എ സർട്ടൻ പ്ലേസ് എന്നാ പറയുന്നത്. हमें यहाँ पर हम देखते हैं कि यीशु मसीह एक अलग जगह में बैठ के प्रार्थना करते हुए उन्होंने देखा है। ഇത് പറയാണ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചു, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. लोग आके कहता है प्रभु यूहन्ना ने उनका चेलों को प्रार्थना करने के लिए सिखाया, हमें भी प्रार्थना के लिए सिखाओ। അപ്പൊ വിഷയം ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പത്രോസ്, യോഹന്നാൻ, യാക്കോബൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലേ? अभी यहाँ पर एक सवाल आता है, या पत्रोस, याकूब, यूहन्ना, इन्हीं लोग अभी तक प्रार्थना नहीं किया या इनको प्रार्थना नहीं आता है? അവർക്ക് വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും അവർക്കറിയാം 3 നേരം പ്രാർത്ഥിക്കാൻ. അവർ യഹൂദന്മാരാണ്. അവർ 3 നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥനയും യേശുവിന്റെ പ്രാർത്ഥന എന്തോ വ്യത്യാസം അവർക്ക് മനസ്സിലായി. क्योंकि इन्होंने प्रार्थना नहीं करने वाला नहीं है, प्रार्थना करने वाला है, क्योंकि यहूदी लोग 3 टाइम प्रार्थना करते हैं, लेकिन इन्होंने देखा है उनका प्रार्थना और यीशु मसीह का प्रार्थना का बहुत भाव भेद हो गया है, बहुत अलग हो गया है। നമ്മുടെ മുസ്ലിം സഹോദരങ്ങള് 3 നേരം അല്ലെ 5 നേരം നിസ്കരിക്കുന്ന പോലെ തന്നെ യഹൂദന്മാരും അവര് പ്രാർത്ഥിക്കാൻ ചെറുപ്പത്തിലെ പഠിച്ചവരാ. സ്കൂളിൽ പോയില്ലെങ്കിലും പത്രോസ് സ്കൂളിൽ പോയിട്ടുണ്ടാകത്തില്ല, പഠിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ അവര് സിനഗോഗിൽ പോയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പഠിച്ചവരാണ്. हमारे जो मुस्लिम भाई लोग हैं उन लोग या 3 टाइम 5 टाइम जो उन लोग प्रार्थना करते हैं, वैसा यहूदी लोग प्रार्थना में लगे रहने वाला है 3 टाइम। अगर वो पत्रोस शायद स्कूल में नहीं गया होगा, पढ़ाई नहीं किया होगा, लेकिन वो प्रार्थना वो नहीं छोड़ता है, क्योंकि उनके सिनगोग में जाते हैं, वहां पर प्रार्थना करते हैं। वैसा 3 टाइम प्रार्थना में लगे रहने वाला है। കാരണം അവര് മനസ്സിലാക്കി അവര് പ്രാർത്ഥിക്കുന്നതും യേശു പ്രാർത്ഥിക്കുന്ന ഭയങ്കര വ്യത്യാസമുണ്ട്. യേശു പ്രാർത്ഥിക്കുന്നതിൽ എന്തോ ഒരു വലിയ വ്യത്യാസമാണ് അവർക്ക് മനസ്സിലായി. പ്രൈസ് ഗോഡ്. लोग जब देखा है उनका प्रार्थना और यीशु मसीह का प्रार्थना में बहुत फर्क देखा है, बहुत अलगदाई देखा है यीशु के प्रार्थना। അപ്പൊ നമുക്ക് മനസ്സിലായി യേശു കർത്താവ് അവരുടെ അടുത്ത് പറയുന്ന പ്രാർത്ഥന, നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യമാണ്. तभी यीशु मसीह ने उन चेलों से कहा है, तुम प्रार्थना करने के समय ऐसा प्रार्थना करना। അപ്പൊ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥന കൊടുക്കുകയാണ്. यीशु मसीह ने ऐसा प्रार्थना सिखाया है, हमारा स्वर्गीय पिता परमेश्वर, तो जो स्वर्ग में है, तेरे नाम पवित्र माना जाए, तेरे राज्य आए, तेरी इच्छा जैसा पृथ्वी पर स्वर्ग में पूरी होता वैसा पृथ्वी पर पूरी हो जाए, ऐसा उनको सिखाए। ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അതല്ല അത് തന്നെ പറയാൻ വേണ്ടി പറഞ്ഞ ഒരു ടെംപ്ലേറ്റ്. നമ്മളിപ്പം ഒരു ലെറ്റർ ഉണ്ടാക്കുമ്പോഴോ ഒരു ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിലൊക്കെ ടെംപ്ലേറ്റ് കിട്ടുന്ന പോലെ ഒരു ടെംപ്ലേറ്റ് ആണ്. ये प्रार्थना वैसा ही प्रार्थना करने के लिए नहीं है, ये प्रार्थना का एक रीति उनको बताया हुआ है। ഇത് കർത്തൃപ്രാർത്ഥന എന്ന ആൾക്കാർ വിളിക്കാൻ, പക്ഷേ കർത്തൃപ്രാർത്ഥന ഇതല്ലെന്ന് നമുക്ക് എല്ലാവരും അറിയാം. ये प्रभु की प्रार्थना है करके सब लोग कहता है, लेकिन वो प्रभु की प्रार्थना नहीं है करके हम जानते हैं। കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ലൂക്കോസ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. പ്രൈസ് ഗോഡ്. यीशु मसीह प्रार्थना किया हुआ जो प्रार्थना है यूहन्ना के सुसमाचार 17 अध्याय में। ഇത് കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിക്കാനാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. यीशु मसीह ने उनको कहा है, तुम प्रार्थना करने के समय इसी रीति से प्रार्थना करो। അപ്പം ഈ ടെംപ്ലേറ്റിനകത്ത് ഒരു വിഷയമുണ്ട്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിൽ സ്വർഗം ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. यहाँ पर जो उन्हें बता, इसी रीति में प्रार्थना करो करके बोलने के समय जो स्वर्ग में परमेश्वर का इच्छा जैसा है वैसा पृथ्वी पर पूरी हो जाए, इसके मतलब जो स्वर्ग राज्य पृथ्वी में वो शुरू होना है। യേശു കർത്താവ് ഈ ശിഷ്യന്മാരുടെ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം കർത്താവിന് മനസ്സിലായി, ഇവർക്കൊന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി. यीशु मसीह चेलों को ये प्रार्थना बताने के समय यीशु को मालूम है कि ये चेलो लोग ये समझ रहा नहीं। കാരണം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സംഭവമല്ല, അതൊരു അനുഭവമാണ്. അത് കർത്താവോട് നടക്കുന്ന സംഭവമാണ്. प्रार्थना वैसा एक संभव नहीं है, प्रार्थना एक अनुभव है। ഹല്ലേലൂയ. അപ്പം യേശു കർത്താവ് ഒരു 3 സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു കൊടുത്തു. यीशु मसीह 3 दोस्तों के बारे में बताया। അതിന് ഒന്നാമത്തെ ഒരു സുഹൃത്ത്
അവർ ഒന്നാമത്തെ സുഹൃത്ത് രണ്ടാമത്തെ സുഹൃത്തിന്റെ വീട്ടിൽ രാത്രിയിൽ അർദ്ധരാത്രിക്ക് ചെല്ലുകയാണ്. जो पहले जो व्यक्ति है उनके दूसरा मित्रों के पास जा रहा है रात के समय। ആ രാത്രിയിൽ ഈ സുഹൃത്തിന് ഒന്നും കൊടുക്കാനില്ല, ഒന്നാമത്തെ സുഹൃത്തിന്. അപ്പം പക്ഷെ ഒന്നാമത്തെ സുഹൃത്ത് ഭയങ്കര വിശപ്പാണ്. അപ്പം ഈ രണ്ടാമത്തെ സുഹൃത്ത് മൂന്നാമത്തെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് എനിക്കൊരു 3 അപ്പം വായ്പയാണെന്ന് പറയുകയാണ്. अभी जो पहले दोस्त है एक दूसरा दोस्त के पास जाता है, लेकिन वो बहुत भूखा है, उनको खाने के लिए खिलाने के लिए ये दूसरा दोस्त के पास कुछ नहीं है, इसलिए ये दूसरा जो दोस्त है तीसरे दोस्त के पास जाता है, मुझे 3 रोटी चाहिए मेरे पास आया हुआ मेरा दोस्त को खिलाने के लिए। അപ്പം മൂന്നാമത്തെ സുഹൃത്ത് പറയുകയാണ്, എൻ്റെ 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 വൈഫും കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുകയാണ്, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. अभी तीसरा जो मित्र कहता है कि देखो मेरे पत्नी मेरे बच्चों मेरे साथ सो रहा है, मुझे तकलीफ ना दे। എന്നാൽ ഈ രണ്ടാമത്തെ സുഹൃത്ത് ഒരു നാണവും ഇല്ലാതെ ആ അർദ്ധരാത്രിയിൽ മൂന്നാമത്തെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പിന്നെയും ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. जो दूसरा दोस्त है वो बिना शर्म के साथ हमें तीसरा दोस्त के दरवाजा में ठुकते रहता है, उनसे मांगते रहता है। അപ്പം അപ്പം ഈ രണ്ടാമത്തെ സുഹൃത്ത് ചോദിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, തന്റെ വീട്ടില് വിശപ്പും കൊണ്ട് വന്ന സുഹൃത്തിന് വേണ്ടിയാണ്. जो दूसरा जो मित्र है वो तीसरा से जो मांग रहा है अपने लिए नहीं है, अपने घर में आया हुआ अपना मित्र के लिए। അപ്പൊ യേശു കർത്താവ് അവരെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രാർത്ഥന എത്ര പഠിക്കുന്ന നല്ല കാര്യമാണ്, പക്ഷെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സംഭവമാണ്, നമുക്കുള്ളതല്ല. तो यीशु मसीह उन्हें ये सिखा रहा है जो प्रार्थना बहुत अच्छा है, जितना भी कर सकता है उतना करना है, लेकिन ये प्रार्थना केवल अपने लिए नहीं है, दूसरों के लिए भी करना है। നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ അപ്പൻ മക്കൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തന്നുകൊണ്ടിരിക്കും. പക്ഷേ വേറെ ഈ അപ്പനെ അറിയാത്ത, ഈ സുഹൃത്തിനെ അറിയാത്ത, എല്ലാം ഉള്ള കർത്താവിനെ അറിയാത്ത ഒത്തിരി പേര് നമുക്കറിയാം. അവർക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. आमीन। हम परमेश्वर के संतान है, हमें क्या क्या जरूरत है वो हमारा पिता जानता है, वो पिता हमें देता भी है, लेकिन ये पिता को नहीं जानते हुए, ये परमेश्वर को नहीं जानते हुए बहुत सारे लोग यहाँ पर है, उन्हीं लोगों के लिए विनती करने को परमेश्वर ने कहा है। ഈ നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന, നമ്മളെ ജയിലിലടയ്ക്കുന്ന ഇവർക്ക് ഈ വെളിപ്പാടെന്ന് അറിയാറുന്നുണ്ടെങ്കിൽ നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് നല്ല ഉമ്മയും തന്ന് നല്ല ആഹാരം തന്ന് വീട്ടിലിരുത്തുമായിരുന്നു. ഈ വെളിപ്പാട് जो हमें सताता है, जो हमें पीड़ा देता है, हमें कैदी खाना में डाल देता है, इन्हीं लोगों को जो प्रकाशन नहीं मिला है, हम कौन है, अगर वो प्रकाशन उन्हें मिल जाता है तो वो हमें गले लगाते थे, हमें चुंबन देते थे, उनके घरों में लेके जाके हमें भोजन खिलाते थे। യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. इसी कारण यीशु ने कहा है तुम्हें जो सताने वालों के लिए तुम प्रार्थना करो, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ. तुम्हारे शत्रुओं को तुम प्रेम करो। ഇവിടെ കർത്താവ് പറയുന്നത്, പ്രാർത്ഥന നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, അർദ്ധരാത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി, വിശപ്പിലായിരിക്കുന്നവർക്ക് വേണ്ടി, ഇതറിയാത്തവർക്ക് വേണ്ടി നമ്മൾ നാണമില്ലാതെ സ്തോത്രം എല്ലാം ഉള്ള ഒരുത്തന്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ് വേണ്ടത്. പ്രൈസ് ഗോഡ്. हमें जो प्रार्थना परमेश्वर यही सिखा रहा है, जो बिना शर्म के, बिना लज्जित होते हुए, और जो व्यक्ति के पास है उनके पास जाके दूसरों के लिए, जो नहीं जानते हुए, नहीं मालूम पड़ा हुआ व्यक्ति के लिए, जिसके पास है उनके पास जाके मांगने के लिए है प्रार्थना करके परमेश्वर सिखा रहा है। കർത്താവ് പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 11:9, യാചിപ്പിൻ എന്ന് നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. हमें यूहन्ना का सुसमाचार कहता है कि तुम मांगो तो तुम्हें दिया जाएंगे, ढूंढो तुम पाओगे, खटखटाओ तो तुम्हारे लिए खोला जाएंगे। യേശു ഭൂമിയിലേക്ക് വന്നതും യേശുവിന് വേണ്ടിയല്ല. यीशु मसीह इस धरती पर आया यीशु मसीह के लिए नहीं है। ആമേൻ, സ്തോത്രം. ആമേൻ. യേശുവിനെ കുറിച്ച് പറയാണ്, I have not come to be served but to serve and become ransom for many.
हमें यीशु मसीह जो खुद के लिए नहीं आया हुआ है, अपने लिए नहीं आया हुआ है, जो औरों के लिए आया हुआ है. സോ നമ്മുടെ പ്രാർത്ഥന ലെവല് വർദ്ധിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ചോദിച്ചാൽ നാണക്കേടൊന്നുമില്ല, ചോദ്യത്തിന് കുഴപ്പമില്ല, നമ്മൾ അപ്പനോട് ചോദിക്കാം, നമ്മുടെ കാര്യങ്ങൾ പറയാം, നമുക്ക് സമാധാനം കിട്ടും, നമ്മുടെ അപ്പനോടുള്ള ബന്ധം വർദ്ധിക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവൽ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ മെച്യൂരിറ്റി വർദ്ധിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം, അപ്പാ എനിക്കറിയാം എൻ്റെ കാര്യമല്ല നീ നോക്കും, എനിക്ക് എപ്പം വേണമെങ്കിലും വന്നെടുക്കാം, അങ്ങയുടെ പക്കലുണ്ട്. പക്ഷെ ഇല്ലാത്ത ഒരു പറ്റം ആളുണ്ട്, അവരെ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ ലെവലെത്തും. ഹല്ലേലൂയ. हम जो प्रार्थना करने के समय परमेश्वर दे दे करके मेरे लिए दे करके मैं हम मांगते रहता है, लेकिन वो प्रार्थना का लेवल में और आगे बढ़ने के समय हम जब सयान होता है प्रार्थना में, तभी हम प्रार्थना करेंगे जो जिनके पास नहीं है, जो नहीं जानता है, उनके लिए दे दो, क्योंकि मेरे लिए जो चाहिए मैं कभी भी ले सकता हूँ, वो सब मेरा है, लेकिन जिनके पास नहीं है उनके लिए आप करो करके हम प्रार्थना करना शुरू हो जाएंगे, वो प्रार्थना का लेवल बढ़ जाने के समय. Hallelujah. So I believe everyone who are here, ഇവിടെ ഇന്ന് രാവിലെ ഉള്ളവരെല്ലാം ആ ഒന്നാമത്തെ ലെവലിൽ വിട്ട് രണ്ടിൽ കയറുക എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്, അപേക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. मैं विश्वास करता हूँ यहाँ पर बैठा हुआ हर एक लोग जो पहले का लेवल से, पहले का सीमा से दूसरा सीमा में प्रवेश किया हुआ है, क्योंकि दूसरों के लिए मांगने वाला बन गया. ഹല്ലേലൂയ. ആമേൻ. ഇനി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ലെവലിലേക്ക് നമ്മൾ കയറട്ടെ. പ്രൈസ് ഗോഡ്. अभी दूसरे के व्यक्ति के लिए प्रार्थना करने वाला, मध्यस्थ होके प्रार्थना करने वाला एक लेवल में हम पहुंचना है. അമേൻ അമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പം എന്താണ്, നമ്മൾ ആ ലെവലിലോട്ട് കയറിയില്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. दूसरा जो दूसरों के लिए प्रार्थना करते हुए लेवल में हम नहीं पहुंचेगा तो क्या होगा, हम प्रार्थना नहीं करेगा तो या हम प्रार्थना करने से क्या है करके पूछने वाला सवाल है. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എന്നും വെറും കുഞ്ഞായി ബേബി ക്രിസ്ത്യനായിട്ട് എനിക്ക് എനിക്കെന്ന് പറഞ്ഞ് ഇപ്പോഴും കുപ്പയിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് കർത്താവിന് ഭയങ്കര വിഷമമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം വളരാത്തവർക്ക് നല്ല സാധനം അടിയും കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. आमीन. जैसा हम हमेशा जो बेबी मसीह मतलब छोटे बच्चा मसीह में छोटा बच्चा बन के बैठते हुए, जैसा मेरे लिए दे दो, मेरे लिए करके मांगते हुए अवस्था, वो परमेश्वर बहुत दुखित होता है, लेकिन उस अवस्था नहीं है, औरों के लिए मांगने की अवस्था में हम बढ़ना है. हालेलुया. നമുക്ക് എസ്കേൽ പ്രവാചക പുസ്തകം 9 അധ്യായത്തിലേക്ക് വരുമ്പോഴേ, एसेकिएल का 9वां आयत में आने के अध्याय में आने के समय നമ്മൾ അവിടെ കാണുന്ന ഒരു 6 പുരുഷന്മാരെ അവിടെ കാണുകയാണ്. वहां पर हम 6 पुरुषों को हम देखते हैं. അതില് അവരിൽ ഒരു ആള് അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പി, ഒരുത്തന്റെ കയ്യിൽ മഷിക്കുപ്പി വെച്ച് മഷിയായിട്ടിരിപ്പുണ്ട്. हमें वहां पर 6 लोग हैं, उनमें से एक के हाथ में जो इंग लेकर वो बैठा हुआ है. ആമേൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, 6 പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആമേൻ ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് പറയുകയാണ്. उनको 6 लोग है, उनको कहता है 6 लोगों में से हर एक लोग जो नाश करने वाला हथियारों को हाथ में लेने के लिए कहता है. എന്നിട്ട് ഈ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഇരിക്കുന്നവനോട് പറഞ്ഞു, നീ പോയിട്ട് ഈ നഗരത്തിന് നടുവിൽ, യെരുശലേമിന്റെ നടുവിൽ നടക്കുന്ന മ്ലേച്ഛതകൾ, പാപങ്ങൾ നിമിത്തം നിലവിളിക്കുന്നവരുടെ തലയിൽ ഫോർഹെഡിൽ നെറ്റിയിൽ ഒരു അടയാളം ഇടാൻ പറയുകയാണ്. പ്രൈസ് ഗോഡ്. उसमें से एक व्यक्ति है कमर में जो लिखने के दावात बांधे हुए एक मनुष्य है, उसको कहता है तुम यरूशलेम में जाओ, वहां पर जाके जो उस नगर के विषय के बारे में रोने वाला, जो हमें दुखी में विलाप में बैठा है, उनके माथे पर ये लगा हो करके कहते हैं. എന്നിട്ട് ദൈവം മറ്റുള്ളവർ പറയുകയാണ്, परमेश्वर दूसरे लोगों से ये कहता है,
അവൻ നിങ്ങൾ പോയിട്ട് ബാക്കിയുള്ള ദൂതന്മാരോട് പറയുകയാണ്, നിങ്ങൾ നഗരത്തിലൂടെ ചെന്ന് അവൻ 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 ആർക്കെല്ലാം ഈ നെറ്റിയിൽ അവൻ ഈ മുദ്രയില്ലയോ അവരെല്ലാം വെട്ടിക്കൊല്ലാൻ പറയുകയാണ്. और दूसरों से जो परमेश्वर कहता है, तुम नगर में उस देश में घूम फिर के देखो, जिसके माथे पर ये निशानी नहीं लगाया हुआ है, उनको सबको खत्म कर दो करके कहा. 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടെ ചെന്ന് വെട്ടുവിൻ, നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കരുത്, വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും കുഞ്ഞുങ്ങളെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിനെന്ന് പറഞ്ഞു. जो 5 आयत में हम देखते हैं कि तब उसने मेरे सुनते हुए दूसरों से कहा, नगर में उनके पीछे पीछे चलकर मारते जाओ, किसी पर दया ना करना और ना कोमल से काम करना, बुढ़े युवा कुंवारी बाल बच्चे स्त्रियां सबको मार कर नाश करो, परंतु जिस किसी के मनुष्य के माथे पर वह चिन्ह हो उसको जो निपट कर जाना. എന്നാൽ അടയാളമുള്ള ഒരുത്തനെ തുടരുത്. പ്രൈസ് ഗോഡ്. जिसके माथे पर जो चिन्ह लगाया हुआ है उनको ना छूना. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവൻ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആരംഭിക്കട്ടെ ഇത്. പ്രൈസ്. और प्रभु कहता है, ये काम मेरे पवित्र भवन में शुरू किया जाए. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ നമ്മള് ഫിലിപ്പിയിലെ 4-ാം അധ്യായത്തിന്റെ പ്രാർത്ഥന നല്ലതാണ്, പക്ഷെ അവിടെ നിൽക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യം മാത്രം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മറ്റുള്ള നഗരത്തിൽ നടക്കുന്ന മ്ലേച്ഛത, വിഗ്രഹാരാധന, വ്യഭിചാരം, പ്രശ്നങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് നെടുവീർപ്പിട്ട് കരയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലൊരു നെറ്റിയിൽ ഒരു മാർക്ക് വീഴുകയാണ്. പ്രൈസ് ഗോഡ്. आमेन. केवल जो फिलिपियर 4 अध्याय में हम देखते हुए हमारे लिए जो कर्तव्य प्रार्थना में नहीं है, वो प्रार्थना अच्छा है, लेकिन वो प्रार्थना में नहीं है. हम प्रार्थना का दूसरा लेवल में जो पहुंचते हैं कि नगर में जो लोग जैसे पाप में गंदगी में पड़ा हुआ है, तो विचार में हथियार में जो पड़ा हुआ, उस अवस्थाओं को देख के हम जब रोने लगता है, हम जो प्रार्थना करने लगता है, उस समय हम नहीं जानते हुए हमारे माथे पर एक निशानियां लगा देते हैं. ഹല്ലേലൂയ. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്കുള്ള പ്രാർത്ഥന, മറ്റുള്ളവർ നശിച്ചു പോകുന്നത് നെടുവീർപ്പിട്ട് കരയുന്ന പ്രാർത്ഥന, അവൻ നമ്മളെ സേവ് ചെയ്യുകയാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കണം. आमीन. हम जो दूसरों के लिए प्रार्थना करेंगे, मध्यस्थ होकर हम प्रार्थना करता है, वो प्रार्थना हम करने के समय हम ये बातों को समझना है कि हम अपने आप को सुरक्षित में रखते हैं. ഒരു ദൈവത്തിന്റെ മക്കൾ, അപ്പന്റെ മക്കൾ, ബാക്കിയുള്ള മക്കൾ നശിച്ചു പോകുന്ന കാണുമ്പോൾ വെറുതെ ഇരുന്നിട്ട് ഞാനല്ലല്ലോ, എനിക്കും എൻ്റെ മക്കൾക്കും കുഴപ്പമില്ലല്ലോ, എന്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല ആത്മമണ്ഡലങ്ങളിൽ ആത്മീയ വളർച്ച പ്രാപിച്ചവർക്ക്. हमें जो दूसरा लोग है, उन लोग नाश होने के समय मैं नहीं है, मेरे बच्चे नहीं है, हम लोग सुरक्षित है करके हम सोच के बैठ नहीं सकता है. जो नाश होने वाला लोगों को देखकर वो तरस खाएंगे. जो प्रार्थना का लेवल बढ़ाया हुआ है, हमें उनको और देख के बैठ नहीं सकेंगे. ഹല്ലേലൂയ. എന്റെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ തന്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കാൻ കാരണം ഈ ഭൂമിയിലെ മ്ലേച്ഛത കണ്ടിട്ട്, പാപം കൊണ്ട് അവരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയെന്ന് കണ്ടപ്പോൾ, അവരെ നശിക്കുവാൻ വേറൊരു വഴിയും കാണാഞ്ഞപ്പോൾ സ്വന്തം മകനെ തള്ളി വിട്ട് ആ നെടുവീർപ്പ് കൊണ്ട്, അല്ലെങ്കിൽ ആ ദുഃഖം കൊണ്ട് എൻ്റെ സകല മക്കളും ഇതിന്റെ ഭാഗമായി എന്നോട് തിരിച്ചു ചേരണം, ബന്ധത്തിൽ വരണം, ബന്ധപ്പെടണമെന്ന് മനസ്സിലാക്കി ഒരു മകനെ തകർത്തതുപോലെ അവൻ ദൈവമക്കളായ നമുക്കും നമ്മുടെ മറ്റ് സഹോദരങ്ങൾ നശിക്കുന്ന കാണുമ്പോൾ, അവൻ തകർന്നു പോകുന്ന കാണുമ്പോൾ, പാപത്തിൽ കടക്കുന്ന കാണുമ്പോൾ അവരെ നേടണം എന്നുള്ള ഒരു നെടുവീർപ്പ്, ഉള്ളത്തിൽ ഒരു കരച്ചിൽ, ആ വേദന ഉള്ളവരെയാണ് കർത്താവിന്റെ മക്കളെന്ന് വിളിക്കുന്നത്.
आमीन। जो आमीन ये दुनिया के पाप को देखकर लोग परमेश्वर को नहीं जानते हुए नाश होके जाता है। उन लोग जब पाप में मर जाते हुए अवस्थाओं को देख के हृदय के अंदर रोते हुए अवस्था में वो परमेश्वर ने अपने एकलौत बेटा को उनके लिए, वो सारे मानव राशि जो सारे लोग उनको बचाने के लिए अपने बेटा को दे दिया। जैसा हम ये दुनिया में पाप में मरने वाला को देखकर जो नाश हो रहा उनको देखकर हमारे अंदर भी उसी दर्द, उसी वेदना होना चाहिए। उसी अवस्था में जो बढ़ने वाला हमें उनके लिए हम जो रोता है उनके लिए, उनको बचाने के लिए हम करते हुए प्रार्थना का लेवल में हम बढ़ना है। അവൻ നമ്മൾ പറയും, നമ്മൾ ഒരു വീട് ജനിച്ചാൽ ആ വീട് ജനിക്കുന്ന അപ്പന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകുന്ന പറയാറുണ്ട് നമ്മൾ. क्योंकि हम एक घर में जन्म होता है और पिताजी के स्वभाव हमारे जीवन में होना है। ആമേൻ, സ്തോത്രം. നമ്മൾ സ്വർഗത്തിലെ അപ്പനെ ജനിച്ചാൽ സ്വർഗത്തിലെ അപ്പന്റെ സ്വഭാവം നമ്മളുണ്ടാവും. स्वर्गीय पिता की संतान होएगा तो स्वर्गीय पिता का स्वभाव हमारे जीवन में होना है। അതുകൊണ്ടാ കർത്താവ് ഇവിടെ നമ്മൾ കാണുന്ന ഈ എസെക്കിയേൽ ചാപ്റ്റർ 9 കാണുന്നത് നെടുവീർപ്പില്ലാത്തതെല്ലാം വിടുന്ന. കാരണം നെടുവീർപ്പില്ലാത്തവൻ ആ അപ്പന് ജനിച്ചവൻ അല്ല, ആ അപ്പൻ ജനിച്ച സ്വഭാവം ഇല്ല. അതാണ് സംഭവം. ये यहेजकेल 9 आयत में हम देखते हुए वो जो दुख को देख के विलाप करते हैं, दुख को देख के जो तरस का आता है वो व्यक्ति ही वो पिता का बेटा है। ऐसा जो तरस नहीं आता है तो वो पिता के बेटा नहीं। വേദപുസ്തകം പറയുന്ന ആരും നശിച്ചു പോകരുതെന്നാണ് എന്റെ അപ്പന്റെ ആഗ്രഹം. परमेश्वर के वचन कहता है कोई भी नाश ना होना चाहिए, ये है मेरा पिता की इच्छा। മ്ലേച്ഛത വിശ്വസത്തിൽ നിൽക്കുമ്പോൾ, മ്ലേച്ഛത ലോകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ തലമുറയിൽ നടക്കരുതേ, എൻ്റെ തലമുറയിൽ ഇത് പറ്റത്തില്ല, എനിക്കിത് കാണാൻ പറ്റില്ല, അങ്ങ് ആണല്ലോ എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് അവൻ ദേശത്തിന് വേണ്ടി കരയുന്ന ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ അവൻ അത് കാണിക്കാൻ വേണ്ടിയല്ല, ഒന്ന് പറയാൻ വേണ്ടിയല്ല, പക്ഷേ അത് അകത്തുനിന്ന് അങ്ങനെ വരുമ്പോൾ കർത്താവിനറിയാം ഇവൻ എനിക്ക് ജനിച്ചവനാണ്, എൻ്റെ മകനാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ കത്തിച്ച് അല്ലെങ്കിൽ വെട്ടിക്കൊന്ന് കളയാൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. हमें देश में होते हुए घृणित कामों को देखने के समय हे परमेश्वर ये मेरा देश में नहीं होना चाहिए, ये मेरा समय में नहीं होना चाहिए, वैसा ही चिल्लाकर जो दुख भरे हुए अवस्था से रोने वाले व्यक्तियों को देखिएगा, परमेश्वर कहेंगे ये मेरा बच्चे है, ये मेरे संतान है, मुझ में जन्म हो गया हुआ है। इसलिए वो दूसरों को खत्म करने के लिए कहते हैं। हालेलुया, हालेलुया, हालेलुया. सो നമ്മള് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മള് ഫിലിപ്പിയർ 4 അധ്യായത്തിലാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തരണേ, എനിക്ക് 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 താ എനിക്ക് താ എനിക്ക് താ എനിക്ക് ഇനിയും വേണം, എനിക്ക് പാല് വേണം, എനിക്ക് ചായ വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, കൊടു 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 എന്നുള്ള ചിന്ത. എന്നാൽ നമ്മൾ സ്പിരിച്വലി വളർന്നു കഴിയുമ്പോൾ സ്തോത്രം, നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നാണമില്ലാതെ കരയാൻ തയ്യാറാവും. പ്രൈസ് ഗോഡ്. आमीन। हम जो बच्चे होके रहने के समय फिलिपियर 4 अध्याय में करते हुए प्रार्थना को हम करते रहेंगे, लेकिन हम सयान होएंगे अब तभी हम दूसरों के लिए दूसरे विषयों को लेकर मुझे दे करके छोड़कर औरों के लिए हम प्रार्थना करना, दूसरों का विषय के लिए रोने के लिए हम शुरू हो जाएंगे। ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ 147 നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ 147 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. इसलिए हम 140 करोड़ लोगों के लिए हम निरंतर प्रार्थना करते हैं। അതുകൊണ്ട് നമ്മളിപ്പോ CJPയുടെ പ്രൊട്ടസ്റ്റ് ആയിരിക്കാം, പക്ഷെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് നമുക്ക് കണ്ണടച്ചിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ, കാരണം അത് നമ്മുടെ രാജ്യമാണ്. പ്രൈസ് ഗോഡ്. हमें जो CJP जो प्रोटेक्ट करने के लिए आता है, ये सब देख के हम चुपचाप ना रहना, हमारा देश है, हमारा देश को बचाने के लिए हम प्रार्थना करना जरूरी है। ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഒരു സ്റ്റൈലിനോ ഫാഷനോ വേണ്ടി സ്കൂളിൽ പഠിച്ചത് നമ്മൾ പറഞ്ഞല്ല. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മളത് ഹൃദയം കൊണ്ട് പറയുന്നവരാണ്, കാരണം നമ്മുടെ അപ്പന്റെ മക്കളാണത്. ഹല്ലേലൂയ. हम एक रीति रिवाज के लिए, एक दिखावट के लिए हम स्कूल में पढ़ने के समय बोला हुआ नहीं है। भारत देश में, भारत मेरा देश है, वहाँ के सभी लोग मेरा भाई बहन लोग करके हम जो करते हुए
वो खाली दिखाने के लिए हम बोलता नहीं है, वो सच्चाई में हमारा ही है, इसलिए हम उनके लिए लगातार प्रार्थना में लगे रहना। ഈ ഒരു സഹോദരനിലോ ഒരു സഹോദരിയോ നശിച്ചു പോവുകയാണെങ്കിൽ അത് എന്റെ സഹോദരൻ നശിക്കുന്നത് പോലെയാ, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥനാ മുറിയിലേക്ക് കയറാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. इनमें से अगर एक भाई एक बहन मर जाएगा तो वो मेरा भाई है, मेरा बहन है करके वो दुख भरा हुआ अवस्था में हम प्रार्थना का भवन में प्रवेश करना है। നമുക്കറിയാം, അബ്രഹാമിന്റെ പ്രാർത്ഥന നമുക്കറിയാവുന്നതാണ്. अब्राहम के प्रार्थना को हम जानते हैं। ഒരു 100 പേരുണ്ടെങ്കിൽ, 50 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, അവസാനം ഒരാള് എന്ന നിലയിലേക്ക് ആ ഒരാളും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു സഹോദരനെ ദൈവം അവിടുന്ന് രക്ഷിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. आमीन। अगर वहां पर जो अब्राहम प्रार्थना करता है, 100 लोग है तो 50 लोग है तो 20 लोग हो तो 10 लोग है तो करके जो प्रार्थना करते हैं, लेकिन वहां पर एक भी नहीं था, वो एक जो है उनको परमेश्वर वहां से बचाता है। ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പല ലെവലിലുണ്ട്. നമ്മൾ ആ കുഞ്ഞായിരിക്കുമ്പോൾ ലെവലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡസസറി ലെവലിലേക്ക് നമ്മൾ എല്ലാവരും കയറണം. പ്രൈസ് ഗോഡ്. ऐसा प्रार्थना का अलग अलग लेवल रहता है, अलग अलग सीमा रहता है, वैसा ही हम प्रार्थना का सीमा में हम बढ़ते बढ़ते जाना है। നമ്മളിങ്ങനെ ഇൻഡസസറിയിലേക്ക് കയറുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം നമ്മോട് പറയും, നീ ഇത്രയും നാൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കണം, കണ്ടിന്യൂ ചെയ്തോ. പക്ഷേ നീ എനിക്ക് വേണ്ടി അവരെ രക്ഷിക്കാൻ നീ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പറയും. പ്രൈസ് ഗോഡ്. जैसे हम प्रार्थना करते करते मध्यस्थ प्रार्थना के लेवल में, दूसरों के लिए प्रार्थना करने के लेवल में जाने के समय परमेश्वर कहता है, अभी तुम मेरे लिए हमें युद्ध करने का तैयार हो जाना। ആമേൻ. ആമേൻ. ഞാൻ ചെയ്യേണ്ട യുദ്ധം, നീ എന്റെ കുഞ്ഞാണ്, എന്റെ മകനാണ്, ഇപ്പൊ നീ ഗ്രോ ചെയ്തു വളർന്നു, ചെറുപ്പക്കാരനാണ്, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. പ്രൈസ് ഗോഡ്. मैं जो लड़ना चाहिए, मेरा जो लड़ाई है, अभी तो बच्चा नहीं है, तो जवान हो गया है, अभी तो मेरे लिए उस लड़ाई तुम करना है। സോ അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മള് വാർഫെയറിലേക്ക്, ഫൈറ്റിംഗിലേക്ക് എത്തുന്ന പ്രാർത്ഥന ഉണ്ടാവും. പ്രൈസ് ഗോഡ്. दूसरा जो लेवल में पहुंचने के समय युद्ध के लिए हम तैयार हो जाता है। 2 കൊരിന്ത്യർ 10 അധ്യായത്തിലെ 4, 5, 6 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. दूसरा कोरिन्थियों 10वां अध्याय उसके 4-5 आयत को हम जानते हैं। പൗലോസ് പറയുകയാണ്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല. वहां पर पौलुस कहता है, हमारा जो लड़ाई का हथियार है, जो हमें दिखा हुआ कोई नहीं है, പക്ഷെ അതിന് കോട്ടകൾ ഇടിപ്പാനുള്ള ഒരു ദൈവശക്തി ഉണ്ട്. वो जैसा शत्रु बांध के रखा हुआ जो शकरपणाहों को हमें ढा देने के लिए सामर्थ्य है उसमें। ഹല്ലേലൂയ. അപ്പോൾ കോട്ടകളെ തകർക്കാൻ ഉള്ള ദൈവശക്തി ഉള്ള യുദ്ധത്തിലേക്ക് പിന്നെ നമ്മൾ കയറുകയാണ്. പ്രൈസ് ഗോഡ്. फिर हम ये घटों को ढा देने का जो सामर्थ्य का लड़ाई के और हम प्रवेश कर रहा है। അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പോയി ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ദുർവ്യാപാരങ്ങളെ നോക്കിയിട്ട് പറയും, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയത് എന്റെ അപ്പനാണ്, പക്ഷെ നീ അവൻ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുകയാ, നിന്നെ ഞങ്ങൾ വലിയ താഴെ ഇടുകയാണ്. അപ്പോൾ ഒരു മെച്യൂർ മകനായി, മെച്യൂർ മകളായി അപ്പന് വേണ്ടി യുദ്ധം ചെയ്യുന്ന തരത്തിലേക്ക് എത്താൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. अगर हम इसलिए कई जगह में जाने के समय वहां पर जो शत्रु के घावों को देख के हम ये कहता है कि जो हमें मेरा परमेश्वर मेरा पिता है, वो पिता ने मुझे जिस काम के लिए भेजा हुआ है, इसलिए ये सब मेरा पिता बनाया हुआ है, इसलिए ये सबको मैं खींच के नीचे डालता हूँ, क्योंकि ये सब मेरे पिता का है करके हम प्रार्थना करते हैं। നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവൽ ഇപ്പൊ എവിടെയാണ്? പ്രൈസ് ഗോഡ്. आप आपका प्रार्थना के लेवल में अभी आप कहाँ पहुंचे हैं? ഒരു അപ്പന്റെ മക്കൾ നമ്മൾ ചിലപ്പോ താഴോട്ട് ലെവലിൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കർത്താവോട് പറയും, നമ്മൾ പോയി പറഞ്ഞേക്കാം, കുഴപ്പമില്ല. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ആൻഡ് ഗ്ലോറി. സോ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. എന്നാൽ അടുത്തൊരു ലെവലുണ്ട്. അവൻ ആയിരങ്ങൾക്ക് എഴുന്നേൽക്കുന്ന മ്ലേച്ഛത കാണുമ്പോൾ, എൻ്റെ അപ്പന്റെ സ്ഥലം, എൻ്റെ അപ്പനുണ്ടാക്കിയ ഭൂമി, എൻ്റെ അപ്പനുണ്ടാക്കിയ ദേശം നശിക്കുന്ന കാണുമ്പോൾ കർത്താവ് ഇത് പറ്റത്തില്ല, ഉള്ളം നൊന്ത് കരയുന്ന ഒരു ലെവല്. അടുത്തൊരു ലെവലുണ്ട്. സ്തോത്രം. അപ്പം പറയും, എടാ
നിനക്കത് ചെയ്യാമോ? ഞാൻ ചെയ്ത പണി. ഹല്ലേലൂയ. നീ പോയി പൊട്ടിക്കട, ഉടക്കട, തകർക്കട എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിലേക്ക് എത്താം. പിന്നെ അടുത്ത ലെവലുകളുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോ പല ലെവലിലേക്ക് നമ്മൾ കയറുകയാണ്. പ്രൈസ് ഗോഡ്. हम ऐसा जो प्रार्थना करने के समय जो हमारा पिता हमें देखता है कि हमें ये शत्रुओं का जो कामों को देख के जब हम रोने लगता है, जब हम चिल्लाने लगता है और घड़ों का ढा लेने के लिए हम जब तैयार हो जाता है, परमेश्वर कहेंगे ये बेटा तू अभी सयान हो चुके है, अभी तो मेरे लिए जाके लड़ो, मेरे लिए जाके युद्ध करो करके कहता है। तभी हम जाते हैं, हम जाके वो प्रार्थना का लेवल को बढ़ाते हुए वह शत्रुओं को गिराने के लिए हम प्रार्थना शुरू करता है। वैसा ही एक एक लेवल बढ़ते 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 हम जाना चाहिए हमारा प्रार्थना में। അടുത്ത ലെവലിലേക്ക് നമ്മൾ വരുമ്പം നമ്മള് പറയും എസക്കിയൽ ആണെങ്കിൽ വർഷങ്ങൾ ഒരു ഉദ്ധാരണത്തിന് വേണ്ടി, ഒരു ഡെലിവറൻസിന് വേണ്ടി, ഒരു ഹീലിങ്ങിന് വേണ്ടി, ഒരു മാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞൊക്കെ അനുസരിച്ച് മുന്നോട്ട് വന്നപ്പോ ഒരിക്കൽ കർത്താവ് അവനെ ഒരു താഴ്വരയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ എന്തോ കാണുന്നേ മോനെ? ഞാൻ കാണുന്നേ. ഇതുപോലെ സംഭവിക്കോ? ഇല്ല കർത്താവെ, അങ്ങേക്കറിയാം കാര്യങ്ങൾ. ആമേൻ, സ്തോത്രം. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കാറ്റിനെ നോക്കി ഒന്ന് പ്രവചിച്ചേ. നീ ആ കാറ്റ് നോക്കി പ്രവചിച്ചേ. നിന്റെ പ്രവചനം കൊണ്ട് ആമേൻ ഇല്ലാത്തത് അത് കൊണ്ടുവരാൻ പോകുകയാണ്. അതൊരു പ്രയറാണ്. ഹല്ലേലൂയ. പ്രൊഫറ്റിക്കൽ പ്രയറിലേക്ക് കയറുന്ന തലങ്ങൾ ഈ ദിവസങ്ങളിൽ സഭയെ ദൈവം എഴുന്നേൽപ്പിച്ച്, ദൈവം കാറ്റിനെ നോക്കി പ്രവചിപ്പിച്ച് ആമേൻ വലിയ ആമേൻ എന്തുവാണ് പറയുന്നത്, അസ്ഥി കൂമ്പാരങ്ങളെ 147 കോടി അസ്ഥി കൂമ്പാരങ്ങൾ, അത്രയും പറയാൻ പറ്റത്തില്ല, 5-6 കോടി ആമേൻ ദൈവമക്കളുണ്ട്. ആമേൻ ബാക്കിയുള്ളതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് രാവിലെ നമ്മളിവിടെ ഇരിക്കുന്നത്. 2150 ദിവസം നമ്മൾ ചുമ്മാതിരിക്കുകയല്ല. നമ്മൾ ചുമ്മാ നോക്കി നമ്മൾ ആകാശം നോക്കിയിട്ടോ അന്തരീക്ഷം നോക്കി ചുമ്മാ മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല. നമ്മൾ ചിലതിനെ ഇല്ലാത്തതിനെ ഉണ്ടായിക്കൊണ്ടിരുന്ന പരിപാടിയാണെന്ന് പകൽ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. प्रेज़ द लॉर्ड। हमारा जो लड़ाइयाँ है हमें केवल हम आसमान में देख के जैसे हमें मल्ल युद्ध करते हुए जैसा नहीं है। अभी एक जो परमेश्वर के चरणों में हम बैठ के प्रार्थना करते हैं, यगस्केल का जीवन में वैसा है। वो एक जागृति के लिए प्रार्थना करने वाला व्यक्ति था, उसने एक जागृति ढूंढने वाला व्यक्ति था। उनको देख के परमेश्वर ने कई जगह में ले गया। एक बार एक तराई में लेके जाके परमेश्वर उनसे पूछा, ये यगस्केल तो क्या देख रहा है? उसने कहा है यहाँ पर तितर बितर पड़ा हुआ हड्डियों को देखते हैं। हम देखते हैं कि प्रेज़ द लॉर्ड, वो हड्डियों को देख के परमेश्वर ने कहा तुम हवा से भविष्यवाणी करो। आमीन। उनको आज्ञा दे। वैसा एक एक आज्ञा देने के लिए कहते हुए जैसा हमारा प्रार्थना का लेवल बढ़ने के समय हम जैसा हमें भविष्य वक्ताओं का प्रार्थना में हम पहुंच जाता है, हमें उस भविष्यवाणी का प्रार्थना में हम पहुंच जाता है। हमें जो भारत के 147 करोड़ जो लोग हैं, हमें जो परमेश्वर को नहीं जानने वाला इसमें से लोग हैं, उनको बचाने के लिए एक प्रार्थना का लेवल में हम बढ़ेंगे। हमें उसी लेवल में बढ़ने के लिए परमेश्वर चाहते हैं हमसे। Hallelujah. Daddy, raise up a generation of prayer warriors of this generation, Lord. प्रभु प्रेज़ द लॉर्ड, इस समय में हमें प्रार्थना का वीर लोगों को खड़ा करे प्रभु जी। Daddy, India is our country. भारत हमारा देश है प्रभु जी। भारत में हमें लोगों को प्रार्थना का लेवल बढ़ाकर खड़ा करे प्रभु। All Indians are my brothers and sisters. आपको सारे भारत के निवासी मेरे भाई बहन लोग हैं। അതാത് ലെവലുകളിൽ അവരവരുടെ ലെവലുകളിൽ ആളുകൾ പ്രാർത്ഥനാ മുറിയിൽ കയറട്ടെ. अपने अपने लेवल में अपने अपने सीमा में लोग प्रार्थना का कमरा में प्रवेश करने दे प्रभु। ആരും ഒതുങ്ങി പോകരുത് കേട്ടോ. कोई भी ऐसा दबाव में ना बैठना, ആരും അടങ്ങിയിരിക്കരുത് കേട്ടോ. कोई भी चुपचाप ना बैठना। ആമേൻ, സ്തോത്രം. യെശയ്യാവ് 62:1-2-3 പനോ പറയുകയാണ്, അടങ്ങിയിരിക്കരുത്. ആമേൻ, സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ആമേൻ, യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ ആമേൻ അടങ്ങിയിരിക്കരുത്. യെരൂശലേം ഒരു പ്രസിദ്ധ വിഷയമാകുവോളം യഹോവയെ ഓർമ്മിപ്പിക്കട്ടെ.
हमें एशिया 62 में कहता है, हमें परमेश्वर को याद दिलाने वालों, तुम चुपचाप ना बैठना। हमें तुम यरूशलेम एक चर्चा के कारण होने के समय तक तुम प्रार्थना करते रहना। हमें तुम चुपचाप ना बैठना। ഇതിന്റെ ആവശ്യം നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ യാചിച്ച് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ ഭാഗം പറഞ്ഞ് തീർത്തില്ല. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫും നമ്മുടെ മരണവും, ജീവനും മരണവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ മരണവും, പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവനുമാണ്. അവിടെ മരണ പോരാട്ടമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. हम दूसरों के लिए प्रार्थना करना चाहिए। अगर दूसरों के लिए हम प्रार्थना नहीं करेगा तो मृत्यु हमारा है, लेकिन प्रार्थना करेगा तो जीवन हमारा है। इसी बातों को समझकर हम प्रार्थना कर लेवल को बढ़ाते हुए प्रार्थना में लगे रहना चाहिए। ഒരു നമുക്ക് വെറുതെ വിട്ടുകളയാം. പക്ഷേ ആ മ്ലേച്ഛത കണ്ട് നിലവിളിച്ചാൽ നമ്മുടെ മേലൊരു മുദ്ര വീഴുകയും, സ്തോത്രം, നമ്മളെ ദൈവം അവിടുന്ന് ആ മ്ലേച്ഛതയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നശിച്ചു പോകും എന്നുള്ളതാണ് വാസ്തവം. പ്രൈസ് ഗോഡ്. उस घृणित कामों को देखकर हम प्रार्थना करना है। वो घृणित काम देखकर हम चुपचाप नहीं रहना है। अगर हम चुपचाप रहेगा तो हम नाश हो जाएंगे, लेकिन हम प्रार्थना करेगा तो हमारे लिए जीवन में हम प्रवेश करें। ഞാൻ ഇവിടെ നിർത്തുകയാണ്, കാരണം നമുക്കിനി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകട്ടെ. നമ്മൾ യുദ്ധത്തിലേക്ക് यहाँ पर समाप्त करता हूँ। हम प्रार्थना का एक लेवल में हम पहुंचेंगे। प्रार्थना करने के लिए हम शुरू करेंगे। നമ്മൾ യുദ്ധത്തിലേക്ക് കയറുമ്പോ, लड़ाई की ओर जाने के समय, യുദ്ധ പ്രാർത്ഥനയിലേക്ക് കയറുമ്പോ, लड़ाई का प्रार्थना में हम प्रवेश करने के समय, സ്തോത്രം, നമ്മൾ ഈ നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ആത്മീയ യുദ്ധമാണ്. നമ്മുടെ കയ്യിൽ ബോംബില്ല, വാളില്ല, കത്തിയില്ല, നമ്മുടെ കയ്യില് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇരിക്കുന്ന ആയുധത്തിന് കോട്ടകളെ തകർപ്പാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്.